മോർണിംഗ് all of you. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ. ഇന്ന് 23 ഓഗസ്റ്റ് 2024 വെള്ളി. സി നമ്മൾ ഇന്ന് ഫോസ്റ്ററിങ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റി സൈക്കോളജി ഓഫ് ലിവിങ്ങിൽ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു മറ്റൊരു പാർട്ടാണ് പറയുന്നത്. ഇതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ആക്ച്വലി നമ്മൾ രണ്ട് ഭാഗത്തെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളുടെ പോർഷനുകളാണ്, ആറ്റിറ്റ്യൂഡ് പോർഷൻസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. സി ഇത് ആറ്റിറ്റ്യൂഡിലെ ഒരു പോസിറ്റീവ് പോർഷനാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ആക്സെപ്റ്റിംഗ് മൈൻഡ് സെറ്റ് എന്നാണ് പറയാം. ആക്സെപ്റ്റിംഗ് മൈൻഡ് സെറ്റ്, എന്ത് കാര്യവും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളത് അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതിന് നേരെ ഓപ്പോസിറ്റാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മൈൻഡ് സെറ്റ്. സി ജനറലി ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഐ നോ എവറിത്തിങ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് വിചാരിക്കാം. എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു വിചാരം ഒരാൾക്ക് ഉണ്ടായാൽ അത് ഒരു പക്ഷേ ഇതിനെതിരായി, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആറ്റിറ്റ്യൂഡിനെതിരായി, ആക്സെപ്റ്റിംഗ് മൈൻഡ് സെറ്റിനെതിരായി. ഇത്തരം ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ആക്സെപ്റ്റിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കുമ്പം വേറൊരാൾ വന്നിട്ട് പറയാം ആ വിഷയത്തിൽ നിങ്ങൾ വളരെ വീക്കാണ്. ഇപ്പം ഞാനൊരു ഒരു ഒരു കാര്യം, നമ്മൾ ഈ എക്സാമിനൊക്കെ കുട്ടികൾ പഠിക്കും. കുട്ടികൾ എക്സാമിന് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക്, കുട്ടികൾ തന്നെ മുതിർന്നവരും ഇപ്പോൾ പലതും പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുന്ന കോഴ്സുകളിൽ പഠനം എക്സാം വരുമ്പോൾ എക്സാമിന് വേണ്ടി ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന അവസ്ഥയിൽ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴാണ് ഞാനെല്ലാം പഠിച്ചു എന്നുള്ള ഓവർ കോൺഫിഡൻസ്, ഐ നോ എവറിത്തിങ്, ഐ ആം റെഡി ടു ഡു ദ എക്സാം എന്നൊക്കെയുള്ള രൂപത്തിലായിരിക്കും ഇരിക്കുക. ശരിക്കും അവിടെ ഓവർ കോൺഫിഡൻസ് ആണ് വരിക. അത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ആക്ച്വലി. അത് പോസിറ്റീവ് അല്ല. സൂപ്പർലേറ്റീവ് പോസിറ്റീവായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അത് ഭയങ്കര ഡേഞ്ചറാണ്. പെർഫെക്ഷൻ, ആറ്റിറ്റ്യൂഡ് ഓഫ് പെർഫെക്ഷൻ പോലെ ഓവർ കോൺഫിഡൻസ് ആറ്റിറ്റ്യൂഡൊക്കെ നെഗറ്റീവാണ്. സി അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്ന് പറയും, ഇവിടെ ശരിക്കും പരീക്ഷ തോറ്റിട്ട് മൂഡൗട്ടാവും. ഞാനെല്ലാം പാസ്സാവും, ഇത്ര മാർക്ക് കിട്ടും. എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയെങ്കിലും പരീക്ഷ കഴിഞ്ഞ് ഉടനെ വീട്ടിലെത്തി ഇരുന്ന് വർക്കൗട്ട് ആക്കി നോക്കിയിട്ട് ഇന്ന് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് കറക്റ്റ് കണക്കുണ്ടാക്കിയോ. ഇനി കറക്റ്റ് ഉണ്ടാക്കിയ കണക്ക് പരീക്ഷയ്ക്ക് ടീച്ചർ പേപ്പർ നോക്കിയിട്ട് കൈ കിട്ടുന്ന സമയത്താണ് മനസ്സിലാവുക ഇതിനകത്ത് ഇത്ര മാർക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ എവിടെ മിസ്റ്റേക്ക് പറ്റിയത്? നമുക്കാണോ മിസ്റ്റേക്ക്, ടീച്ചർക്കാണോ മിസ്റ്റേക്ക് എന്നുള്ളതായി അടുത്ത വിഷയം. സി നമുക്ക് മിസ്റ്റേക്ക് പറ്റിയതായാലും ടീച്ചർക്ക് മിസ്റ്റേക്ക് പറ്റിയതായാലും ആക്ച്വലി നമ്മുടെ മാർക്ക് കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ റീവാലുവേഷൻ കൊടുത്തിട്ട് കിട്ടുന്നത് ഇപ്പം SSLC പോലത്തെ സാധനങ്ങൾക്കൊക്കെ റീവാലുവേഷൻ കൊടുത്തിട്ട് കിട്ടുക, അല്ലെങ്കിൽ സ്കൂളിൽ ഇൻ ബിറ്റ്വീനുള്ള എക്സാമിനുള്ള പേപ്പർ ടീച്ചർക്ക് കാണിച്ചു കൊടുത്തിട്ട് മാർക്ക് തെറ്റാണെങ്കിൽ കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റും. സി ഈ സമയത്ത് പോലും ഇപ്പോൾ റീവാലുവേഷനൊക്കെ കൊടുക്കുന്ന പബ്ലിക് എക്സാമിലൊക്കെ കുട്ടികൾക്ക് ഭയങ്കര പ്രതീക്ഷ, വളരെ വലിയ പ്രതീക്ഷ ഉണ്ടാവും കിട്ടുന്നുള്ളത്. പക്ഷേ സ്റ്റിൽ വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് വെച്ചാൽ അവിടെ കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ളതിനേക്കാൾ കിട്ടുമെന്ന് ഉറപ്പിൽ കിട്ടി റിസൾട്ട് വരുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ നിരാശനാവാനും ദുഃഖിക്കാനും കുട്ടിതപ്പെടാനൊന്നും കാര്യമില്ല, പ്രസക്തിയില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അവിടെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഞാൻ തോറ്റിട്ടുണ്ട്, എനിക്കത് എഴുതാൻ പറ്റിയിട്ടില്ല. ഈ എൻട്രൻസ് എക്സാം എഴുതുന്ന കുട്ടികൾ ഇതേപോലെ ആത്മഹത്യ എന്നൊക്കെ കാണാം, പരീക്ഷയ്ക്ക് തോറ്റിട്ട് ആത്മഹത്യ എന്നൊക്കെ കാണാം. ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ജീവിതത്തിൻ്റെ റിയാലിറ്റികൾ ഓരോ തരത്തിലുള്ള റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് റിയാലിറ്റി ഉണ്ട് ജീവിതത്തിൻ്റെ 24 മണിക്കൂറും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചിന്തകളിലും പ്രവർത്തികളിലും വേർഡുകളിലും ഒക്കെയുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കോർണറിലുമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. എല്ലാ റിസൾട്ടും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ആക്സെപ്റ്റ് ചെയ്യാതിൻ്റെ കാര്യമില്ല. അപ്പോൾ ഈ ആക്സെപ്റ്റിംഗ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ മാൻഡേറ്ററിയാണ്. അപ്പോൾ ആക്സെപ്റ്റിംഗ് മൈൻഡ് സെറ്റ് ഇല്ലെങ്കിലോ ആളുകൾ പാനിക്കാവും. കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ പറഞ്ഞു, എന്നോടൊരാൾ
വളരെ വൃത്തിയായിട്ട് മനോഹരമായിട്ട് കൃത്യമായിട്ട് ഒരാൾക്ക് മെയിൽ അയച്ചിട്ട് ആ മെയിലിന് കൃത്യമായിട്ട് മറുപടി തരാൻ അയാൾക്ക് പറ്റാതെ വന്നപ്പോൾ അയാൾ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പോൾ അവിടെ ആക്സെപ്റ്റിംഗ് മൈൻഡ് സെറ്റ് ഇല്ല. ചെയ്തത് തെറ്റാണെന്നുള്ള അല്ലെങ്കിൽ ശരിയാണ് എന്ത് വിഷയമാണെന്ന് അറിയില്ല. ഏത് വിഷയമായിരുന്നാലും അതിനെക്കുറിച്ചുള്ള മെയിൽ അയച്ചിട്ട് ആ മെയിലിന് മറുപടി അയക്കാൻ പറ്റാത്ത അത്ര വലിയ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെയിൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എന്തെങ്കിലും പർട്ടിക്കുലർ സീൻ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും. ആ പർട്ടിക്കുലർ പോയിന്റിന് മറുപടി അയക്കാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു ചാലഞ്ച് അയാൾക്ക് ഈ ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞനും കണ്ട എന്ന് പറയുന്ന അമ്മായി എന്താണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടുന്നോ ഇങ്ങനെയൊക്കെ പറയുന്ന രൂപത്തിലുള്ള അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ആക്സെപ്റ്റിംഗ് എവറിത്തിങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒരു മാൻഡേറ്ററി എലമെന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. കണ്ണാടി നോക്കിയിട്ട് ഞാൻ ഐശ്വര്യ റായിയാണ്, ഞാൻ ഹൃതിക് റോഷനാണ് എന്ന സൗന്ദര്യത്തെക്കുറിച്ച് ചെറുപ്പക്കാർ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആഹ് അവരാണ് അവർ, ഞാനാണ് എന്നുള്ള റിയാലിറ്റി ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റിയാലിറ്റിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഷ. അതായത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്, എല്ലാറ്റിനെയും ആക്സെപ്റ്റ് ചെയ്യണം. മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട ആളുകളെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ജീവിച്ചിരിപ്പില്ല എന്ന് പറയുന്നതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നത് അത് അതൊരു വലിയൊരു പ്രാധാന്യമുള്ള ഒരു മാനസികാവസ്ഥയാണ്. അങ്ങനെ സമൂഹത്തിൽ ചരിത്രത്തിലൊക്കെ ഇഷ്ടംപോലെ സ്റ്റോറീസ് ഉണ്ട്. ഉൾക്കൊള്ളാൻ സാധിക്കാതെ, സമ്മതിക്കാതെ, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മാനസികാവസ്ഥ. ഒരു ഒരു സ്റ്റോറി ഓർമ്മയിൽ വരുന്നത് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്ത് ഖലീഫ ആയിട്ടില്ല ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വാള് ഊരി പിടിച്ചിട്ട് ആരെങ്കിലും മുഹമ്മദ് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു വികാരാതീതനായ ഒരു സീനുണ്ട്. അപ്പോൾ അതിനെ ശാന്തമാക്കാൻ, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല മൈൻഡ്. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. പിന്നീട് അത് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ വേറെ പലരും വരികയും കൂടുകയും ഒക്കെ ചെയ്യും. അപ്പം ഞാൻ പറയുന്നത് ചില പർട്ടിക്കുലർ സിറ്റുവേഷൻസ് ഒരു ഹ്യൂമൻ ബീങ്ങിന് ഉണ്ടാകുന്ന ഓരോ സീനുകളും സിനാരിയോസും ഒക്കെ എൻ്റെ വളരെ അടുത്ത ബന്ധത്തിൽപ്പെട്ട വളരെ ചില ആളുകളൊക്കെ മരണപ്പെട്ട സമയത്ത് കുറേ സമയത്തേക്കൊന്നും, കുറേ ദിവസങ്ങൾക്കൊന്നും, കുറേ മാസങ്ങളോളം നമ്മൾ മൈൻഡ് തന്നെ അത് കൺസീവ് ചെയ്തിട്ടില്ല. മൈൻഡിനെ അത് റിസീവ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരാൾ മരിച്ചുപോയി എന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെയൊക്കെ സംഭവിക്കും. ആക്സെപ്റ്റൻസ് മൂഡ് ഉണ്ട്. അപ്പോൾ യാഥാർത്ഥ്യങ്ങളെ പലപ്പോഴും 100% ജീവിതത്തിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. സോ ബിലീവ്, ഡു വി ഹാവ്, ഇതുണ്ടോ ഇല്ല എന്ന ചോദ്യം. അപ്പോൾ അത് ഉണ്ടോ ഇല്ല എന്ന് ചെക്ക് ചെയ്യാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്ന് പറയുന്ന യാഥാർത്ഥ്യം പറയുമ്പോൾ അതിനെതിരെ തിരിഞ്ഞു കുത്തുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ആക്സെപ്റ്റൻസ് മൈൻഡ് സെറ്റ് കുറച്ച് കുറവ് തന്നെയാണ്. അപ്പോൾ എല്ലാം എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു മാനസികാവസ്ഥ, വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാവുക, അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ ചുറ്റുവട്ടത്തെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ കൂടെയുള്ളവരെ കുറിച്ച് ചിന്തിക്കുക. ഓരോ കമ്മിറ്റികളിലൊക്കെ നമ്മൾ ആവാറുണ്ടല്ലോ. പല കമ്മിറ്റികളിലും പല ആളുകളും പലതും പറയുന്ന സമയത്ത് റിയാക്ട് ചെയ്യുന്നൊക്കെ കാണാം. ഇതേ അവസ്ഥ അവർ ചെയ്ത ഒരു ശരിയല്ലായ്കയെക്കുറിച്ച് കമ്മിറ്റി ആകുമ്പോൾ ചിലപ്പോൾ അത് എക്സ്പോസ് ചെയ്യും, ആരുടെയെങ്കിലും നാവ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഓക്കെ. അപ്പോൾ അത് എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ പുറത്തു വരുമ്പോൾ സമയത്ത് അവർ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഭീകരമായ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് കാണാം. ഇത്തരം ഇത്തരം സീനുകളൊക്കെ ശരിക്ക് നേരത്തെ പറഞ്ഞ ഈ ആക്സെപ്റ്റിംഗ് മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ ഉള്ള ആളുകൾക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അപ്പോൾ നമ്മളും ചെക്ക് ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മളോട് ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തതായിട്ട് ശരിയല്ലാത്ത അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഐ ഹാവ് ഡൺ ഇറ്റ്, അത് ശരി തന്നെയാണ്, ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്നതാണ് ആക്സെപ്റ്റ് ചെയ്യൽ. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവുന്നത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്. ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിൽ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുകയോ ബ്ലഡ് കണ്ടാമിനേറ്റ് ആവുകയോ ഒന്നും ചെയ്യില്ല. ബ്ലഡ് മലിനപ്പെടുകയും ബ്ലഡ് കേടുവരികയും ചെയ്യില്ല. നമുക്കത് വളരെ കൂളായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിരിക്കും. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയാൽ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിനേക്കാൾ വലിയ പ്രശ്നം നടക്കാൻ പോകുന്നത് പിന്നീട് നമുക്ക് ഈ ആക്സെപ്റ്റൻസ് മൈൻഡ് സെറ്റ് ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ എന്ന് എത്തും. ഇനിയും അടുത്തൊരു സിറ്റുവേഷൻ വരുന്നത് നമ്മൾ ആക്സെപ്റ്റൻസ് മൈൻഡ് സെറ്റിനെ കുറിച്ച് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ജീവിതത്തിൽ ആക്സെപ്റ്റൻസ് മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോൾ ജീവിതത്തെ തന്നെ തിരിച്ചറിയാനും ജീവിതത്തെ മനസ്സിലാക്കാനും ഒക്കെ ബൈ നാച്ചുറൽ സാധിക്കാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു ഉട്ടോപ്യൻ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ മൈൻഡ് സെറ്റ്
ഒരു പക്ഷേ നമ്മളിൽ പലർക്കും അങ്ങനെ തന്നെ ഉണ്ടാവാറുണ്ടോ എന്ന് പലപ്പോഴും ചില ആളുകളുടെ സംസാരത്തിൽ നിന്നും ചില തോട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവാം. അങ്ങനെ 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 പോകുന്ന ഒരു അവസ്ഥ. സി ബിലീവ് നമ്മൾ ആക്സെപ്റ്റിംഗ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഓഫ് ആക്സെപ്റ്റിംഗ് എവറിത്തിങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ റിയാലിറ്റി ഇതാണ് എന്ന് ഫാക്ട് ഇതാണ്. ഈ ഇവിടെ ഇതേ കച്ചവടം നടക്കൂ, ഇവിടെ ഇത്ര കച്ചവടം കിട്ടുള്ളൂ. ഫാക്ട് അറിയാതെ ആളുകളുടെ വാക്ക് കേട്ടിട്ട് ചില സ്ഥലങ്ങളിൽ സ്ഥലമെടുത്തിട്ട് കച്ചവടം തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചില വിദഗ്ധരായ ആൾക്കാർ കൺസൾട്ടൻസ് വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇവിടെ ഇങ്ങനെ കച്ചവടം കിട്ടില്ല, ഇവിടെ ഇത്രയല്ലേ കിട്ടുള്ളൂ, ഇതല്ലേ ഇതിന്റെ ഫാക്ട്. അത് പറയുമ്പോൾ മാനസികമായി തകർന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അപ്പോൾ യാഥാർത്ഥ്യത്തെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ. ഏതായിരുന്നാലും നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ നിറമായിരുന്നാലും സൗന്ദര്യമായാലും ഉയരമായിരുന്നാലും ഉയരക്കൂടുതലോ ഉയരക്കുറവോ സ്കിന്നിന്റെ നിറമോ സ്കിന്നിന്റെ ശക്തിയോ ശരീരത്തിന്റെ ആരോഗ്യമോ അല്ലെങ്കിൽ കയ്യിലുള്ള സമ്പത്തോ ഉള്ള കുടുംബമോ ഇല്ലാത്ത കുടുംബമോ പലതിനെ കുറിച്ചും ഉള്ളതിനെ കുറിച്ചും ഇല്ലാത്തതിനെ കുറിച്ചും ഒക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കാൻ നമ്മൾ തയ്യാറാവണം. അത് അങ്ങനെ തയ്യാറാവുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അത്തരം എല്ലാ സാഹചര്യങ്ങളോടും ചുറ്റുപാടുകളോടും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക്, വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കൂടി ചെയ്യുക. പുതിയ തലമുറക്കൊക്കെ പലപ്പോഴും എനിക്കെല്ലാം അറിയാം, പുതിയ ഒരു പെൺകുട്ടിയൊക്കെ പുതിയ ജോലി കിട്ടിയ ഒരു ശമ്പളം കിട്ടിയാൽ ഞാൻ എല്ലാമായി എന്ന് സ്വാതന്ത്ര്യമായി ഐ എം ഇൻഡിപെൻഡന്റ് ഐ ഗോട്ട് ഫ്രീഡം എന്നൊക്കെ തോന്നുന്ന ഒരു ഒരു അറിവില്ലായ്മ ഉണ്ടാകുന്ന ചില തോട്ട്സ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഉണ്ടാവാറുണ്ട്. ഇതിനകത്തൊക്കെ വലിയ ചാലഞ്ചുകളുണ്ടെന്നും അക്സെപ്റ്റിംഗ് മൈൻഡ് സെറ്റ് ഒരാൾക്ക് ഉണ്ടാവണം. എൻ്റെ ശരീരത്തിന്റെ പ്രകൃതം ഇതാണെന്ന് സ്ത്രീക്കും എൻ്റെ ശരീരത്തിന്റെ പ്രകൃതം ഇതാണെന്ന് പുരുഷനും, എനിക്ക് ഇതേ കഴിയും, എനിക്ക് ഇതൊക്കെ കഴിയും, ഇത് മാത്രമാണ് എൻ്റെ പരിധി. അത് പരിമിതിയെക്കുറിച്ചും പരിധിയെക്കുറിച്ചും കഴിവിനെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചുമുള്ള കൃത്യമായ അറിവുണ്ടാവലാണ് ശരിക്ക് ഈ തന്നെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ, തൻ്റെ നിലവിലുള്ള എല്ലാ സാഹചര്യങ്ങളും 360 ഡിഗ്രിയിലുള്ള മുഴുവൻ സാഹചര്യങ്ങളെയും അംഗീകരിക്കാൻ സാധിക്കുന്ന, ആക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിക്കാൻ സാധിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം. സോ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളെയും എന്താ പറയുക, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൃത്യമായ ഒരു മാനസികാവസ്ഥ ഒരു മനസ്സിന് അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഓഫ് ആക്സെപ്റ്റിങ് എവറിത്തിങ്, എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന, അത് വീട്ടിലെ മരണമായാലും കുടുംബത്തിലെ മരണമായാലും നാട്ടിലെ മരണമായിരുന്നാലും നഷ്ടമായിരുന്നാലും ദുഃഖമായിരുന്നാലും സന്തോഷമായിരുന്നാലും ഒക്കെ എല്ലാറ്റിനെയും ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളരണം. അതാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ആക്സെപ്റ്റിംഗ് എവറിത്തിങ്. സോ ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. നസർ സാർ, അബുമാഷ്, റഹ്മാൻ സാർ. Thank you so much. Thank you, sir. Thank you all. Okay, sir. Okay. Thank you. God bless. നിങ്ങളുടെ കമന്റുകളൊക്കെ യൂട്യൂബിൽ കമന്റ് ചെയ്യാം. ഓക്കെ. Love you all. Okay. Thank you. Okay.